പൂരങ്ങളുടെ നാട്ടിൽ സാക്ഷാൽ വടക്കുന്നാഥന്റെ മണ്ണിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ MBBS അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ കാണാൻ ബ്രില്യന്റ് ടീം ഒരു യാത്ര നടത്തി. തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2024 അഡ്മിഷൻ നേടിയ 125ലധികം വിദ്യാർത്ഥികളും നമ്മുടെ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ കുട്ടികളാട്ടാ. ശരിക്കും ആ ഡ്രീം അച്ചീവ് ചെയ്ത കോൺഫിഡൻസോട് കൂടിയിട്ട് വൈറ്റ് കോട്ട് വിട്ട് തല ഉയർത്തി നടന്നു വരുന്ന നമ്മുടെ പിള്ളേരെ ശരിക്കും അഭിമാനത്തോടെ പറഞ്ഞുട്ടാ. പിന്നീട് അങ്ങോട്ട് ആഘോഷത്തിന്റെ അരങ്ങ് തകർക്കലായിരുന്നു. പൂരങ്ങളുടെ നാട്ടിൽ സാക്ഷാൽ വടക്കുന്നാഥന്റെ മണ്ണിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കേരളത്തിന്റെ ഹൃദയഭാഗത്തുള്ള ജില്ല തൃശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കേരളത്തിന്റെ ഒരുപാട് ചരിത്ര തുടിപ്പുകൾ ഉറങ്ങുന്ന മണ്ണ് തൃശൂർ. ഒരുപാട് ചരിത്രമിറങ്ങുന്ന ഈ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് നിരവധി വിജയങ്ങൾ കൈവരിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 31 ലക്ഷം ജനങ്ങളാണുള്ളത്. അവരവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി പ്രധാനമായും 3 മെഡിക്കൽ കോളേജുകളെയാണ് ആശ്രയിക്കുക. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, അമല മെഡിക്കൽ കോളേജ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. ഈ 3 മെഡിക്കൽ കോളേജിലെയും 90% വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റിലേതാണ്. എണ്ണിപ്പറഞ്ഞാൽ തൃശൂർ ജില്ലയിലെ സാധാരണക്കാരുടെ ഹൃദയസ്പന്ദനമായ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂരിൽ ഫസ്റ്റ് ഇയർ MBBSൽ 125 വിദ്യാർത്ഥികളാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റേതായിട്ടുള്ളത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ 1ാം വർഷത്തിൽ ആകെയുള്ള 100 സീറ്റുകളിൽ 88ഉം ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. അമലയിലും ആകെയുള്ള 100ൽ 87ഉം ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. കലയുടെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മനോഹര കാഴ്ചകളുള്ള നമ്മുടെ സ്വന്തം തൃശൂർ. സാംസ്കാരിക തനിമയേറുന്ന തൃശ്ശൂരിന്റെ സ്വന്തം തിലകക്കുറിയാൻ നിൽക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ ഫസ്റ്റ് ഇയർ MBBSൽ അഡ്മിഷൻ നേടിയ ഞങ്ങളുടെ മക്കളെ കാണാനുള്ള യാത്രയാണിത്. നീറ്റ് എൻട്രൻസ് എക്സാമിൽ ചരിത്ര വിജയം സൃഷ്ടിച്ച് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്ന് പഠിച്ചിറങ്ങി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ 125ലധികം വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താ മക്കളെ നമ്മുടെ ഇവന്റിന്റെ പേരെന്താ മക്കളെ?
പേര് ആയിഷ അമൽ. മലപ്പുറം പുലാമന്തോൾ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 2024 നീറ്റ് പാസ്സായി ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളെ ലൈഫിന്റെ ജേർണി തുടങ്ങിയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് കുറെ പോകാനുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. 1982 ഏപ്രിൽ 1 തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. അതിനുശേഷം വളരെ പ്രമുഖരായ പല ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടും അവരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു മെഡിക്കൽ കോളേജാണിത്. ഇപ്പോ ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ട് 44ാമത്തെ ബാച്ച് ആയിട്ടുള്ള ഞങ്ങളെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ 44 ഹണ്ടേഴ്സ് ആണ്. ആയിരത്തി 1983 മണ്ണുത്തിയിൽ തുടങ്ങിയതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. അതിനുശേഷം 14 കിലോമീറ്ററുകൾക്ക് ഇപ്പുറം ഇപ്പോൾ മുളവൻതാവിലാണ് നമ്മുടെ കോളേജ് ഉള്ളത്. ഇവിടെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത്. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ബോണ്ടിങ്ങിന് ഒരു എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം. നല്ല കാമായിട്ടുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ആരും ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റീരിയോടാക്ടിക് ബയോപ്സി ഉള്ള മാമോഗ്രാഫി ഞങ്ങളുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ഇതിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു. കേരളത്തിലെ മെഡിക്കൽ കോളേജിലുള്ള ആദ്യത്തെ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി അത് നമ്മുടെ TMCക്ക് സ്വന്തം. കേരളത്തിലെ രണ്ടാമത്തെ സ്പൈറൽ CT സ്കാൻ സ്ഥാപിച്ചത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. മെമ്മറീസ് എന്ന് പറയുമ്പോൾ ബ്രില്യന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന അവിടുത്തെ ലൈബ്രറിയാണ്. അപ്പോൾ അത് വെച്ച് പറയുമ്പോഴാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആദ്യമായി മെഡ്ലാ സൗകര്യമുള്ള VSAT യൂണിറ്റ് ഉള്ള ലൈബ്രറി ഉള്ളത്. എൻ്റെ പേര് മുഹമ്മദ് റിഷാദ്. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഇവിടെ വന്നിട്ടിപ്പം ഏകദേശം 3 മാസത്തോളമായി. ഒരുപാട് പുതിയ മുഖങ്ങൾ കുറച്ച്, പക്ഷേ എന്നാൽ കണ്ടതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ബ്രില്യൻറ്റിൽ ഞാൻ 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ആ 2 കൊല്ലത്തോളം കണ്ടത് ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ട്, പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. വെറുതെ 3 മാസത്തെ ഒരു ബന്ധമല്ല ഞങ്ങളിവിടെ എല്ലാവരും തമ്മിലുള്ളത്. വളരെ കാലമായി കണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ആൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ എല്ലാം ഞങ്ങൾ പരസ്പരം അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അതിനൊരു ഉദാഹരണം എന്ന തോതിൽ ഞാൻ പറയാം. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട്. അമിത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അമിത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ബ്രില്യൻറ്റും ഇവിടെ നമ്മുടെ ഒപ്പമുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ 2025 തുടക്കത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഒരുപാട് മക്കൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പഠിപ്പിച്ച എല്ലാവരെയും കാണാൻ പറ്റും, അവരോടൊപ്പം നല്ലൊരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റും എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിച്ചു എന്ന് തന്നെ പറയാൻ കാരണം, ഇവരെല്ലാവരും പല ബാച്ചിലെ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിൽ ഇരുന്ന് പഠിച്ചവരാണെങ്കിലും ഇവിടെ എത്തി ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും അടുത്ത ഹൃദയം കൊണ്ട് അവർ ചേർന്നു എന്ന് ഇവിടെ വന്ന് അവരുടെ സംസാരം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അത് അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞത്, ഇന്ന് അവരുടെ ക്ലാസ്മേറ്റ് ഞങ്ങളുടെ R29 ബാച്ചിലെ അമിത്തിൻ്റെ ജന്മദിനമാണ്. ഒരുപക്ഷെ അമിത്തിന് ഏറ്റവും സൗഭാഗ്യകരമായ ഒരു 100 വർഷം, അതും ഇത്രയും നല്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞങ്ങളും അമിത്തിനോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ എല്ലാ ആശംസയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞങ്ങൾ അമിത്തിന് നൽകുന്നു. മിഴിയാകെ തേടും കാവ്യം നീയാണ്, മീട്ടും വിരലുകൾ ഇന്നും ഞാനാണ്. അനക, ഓ നിന്റെ വീട് എവിടെയാ? കണ്ണൂര്. ഇജ്ജെടുന്നാ? ഞാൻ എറണാകുളം. അല്ല, എന്തെന്നാ പെട്ടെന്ന്? നമ്മൾ ഫസ്റ്റ് ഒരാളെ പരിചയപ്പെടുമ്പോ എന്നതാ ചോദിക്കുന്നേ? പേരെന്നതാ, വീട് എവിടെയാ, അങ്ങനെയൊക്കെ. അതിന്റെ കൂടെ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബ്രില്യൻ്റ് എന്നാണോ? ഏതാ ബാച്ച്? A ബ്ലോക്ക് ആണോ? അതേപോലെ ഏത് ഹോസ്റ്റലാ? അങ്ങനെയൊക്കെ. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി എന്നൊക്കെ പറയുന്ന പോലെ മെഡിക്കൽ കോളേജ് ആണോ ബ്രില്യൻറ്റൻസ് നിർബന്ധ അല്ലേ? കണ്ടോ, ഇത് മൊത്തം ബ്രില്യൻറ്റൻസ് ഇവിടെ ഇരിക്കുന്നത്. And finally, the day is here. We all welcome you to
അരങ്ങേറ്റം. Today, here, with all gratitude and loads of love, we welcome the team Brilliant to GMC Thrissur. ആലപ്പുഴയിലെയും മൈസൂരിലെയും നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹപാഠികൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. മക്കളെ, ഇത്രയും മക്കളുടെ ശബ്ദം ഒരുമിച്ച് കേട്ടതിൻ്റെ സന്തോഷത്തോടുകൂടി തന്നെ രണ്ടാമത്തെ വർഷമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനോടൊപ്പം ഞങ്ങൾ ചേരുന്നത്. ബ്രില്യൻ്റ് കുടുംബാംഗങ്ങൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പറയും പോലെ തന്നെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം, ഒരു വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും സ്വപ്നം കണ്ട് ബ്രില്യൻറ്റിൻ്റെ പടി കടന്നു വരുന്ന ഓരോ കുട്ടിയെയും ഞങ്ങൾ മക്കളെപ്പോലെ കരുതി കൈപിടിച്ച് മുന്നോട്ട് നടത്തും. പക്ഷേ ആ മക്കൾ ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ നടന്ന് അത് കൃത്യമായി അനുസരിച്ച് കഠിന പ്രയത്നം ചെയ്ത് ഒരു വർഷം അതിനുവേണ്ടി സമർപ്പിച്ച്, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ത്യാഗം, ഒരുപാട് ആഘോഷങ്ങൾ മാറ്റിവെച്ച്, ഒരുപാട് സന്തോഷങ്ങൾ മാറ്റിവെച്ച്, രാവുകൾ പകലാക്കി നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിന്നതാണ് ഞങ്ങൾക്ക് വീണ്ടും ഈ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസായി നിങ്ങളെ കാണാൻ വരാൻ സാധിച്ചത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിനെ കുറിച്ച് ഞങ്ങളോട് എന്താ പറഞ്ഞു തരാനുള്ളത്? ആരാ പറഞ്ഞു തരുന്നേ? എൻ്റെ പേര് വിനീത് എന്നാണ്, വിനീത് പി റിജേഷ്. ഞാൻ ബ്രില്യൻ്റെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഡേ സ്കോളറായിട്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും ഇതുവരെ വിട്ട് നിന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു മറ്റ് കോളേജുകളെ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഏറ്റവും നല്ലോണം ഉള്ളത് തൃശ്ശൂർ തന്നെയാണ് കണ്ടതിൽ വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ അക്കാഡമിക് കാര്യം പറയുകയാണെങ്കിലും ഏറ്റവും നല്ല റിസൾട്ടും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് എപ്പോൾ എല്ലാ കൊല്ലവും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇവിടുത്തെ പിള്ളേരുടെ വൈബ്, അതിനെ മാച്ച് ചെയ്യാൻ വേറൊന്നുമില്ല. ഇവിടെ ഒരു 10-20 ക്ലബ്ബുകളൊക്കെ ഉണ്ട്. സ്പോർട്സ്, ആർട്സ്, ലിറ്ററേച്ചർ, DQ ക്ലബ്ബ്, അങ്ങനെ ഇഷ്ടംപോലെ ക്ലബ്ബുണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടെ ചാരിറ്റി ബേസിസിൽ നടത്തുന്ന ക്ലബ്ബുണ്ട്, പുനർജനി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റിക്കും എല്ലാം ഒരുപാട് ഡെവലപ്മെൻറ്റും എല്ലാം വരുത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ബ്രില്യൻറ്റിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരിക്കും, അതെന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ബ്രില്യൻറ്റിലും കോമൺ ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഇരിക്കണ 120+ എൻ്റെ ക്ലാസ്മേറ്റ്സ്. നമ്മുടെ ബ്രില്യൻറ്റിൽ എനിക്ക് മാത്രം തോന്നിയൊരു കാര്യമാണ് കേരളത്തിലെ മുഖ്യ മൂലയിൽ നിന്നുള്ള പിള്ളേരായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആകാൻ പറ്റും. ഇപ്പോൾ എൻ്റെ നടുത്തൊട്ടിയിൽ ഹോസ്റ്റലിലായിരുന്നു. അവിടെ 10 പേരായിരുന്നു മുറിയിൽ. കണ്ണൂർ, കാസർഗോഡ്, 2 മലപ്പുറം, ഞാൻ ആലപ്പുഴ, അങ്ങനെ ലൈക്ക് വേറെ എവിടെ പോലെ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് നോട്ടീസ് ചെയ്ത കാര്യം. പിന്നെ ഇവിടെ വന്നപ്പോഴും അത് തന്നെ അവസ്ഥ. ഇവിടെ ഞാൻ കണ്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ കണ്ട് അവർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫുൾ ബ്രില്യൻസ് ആണ്. ഒരു 85 to 90% ബ്രില്യൻസ് തന്നെയാണ്. എൻ്റെ കൂടെ എൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്നതാണ് അങ്കിത. ഞങ്ങൾ എമറാൾഡ് ഹോസ്റ്റലിലായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നതാണ് ശ്രീശാന്ത്. യെസ്, ആൻഡ് ഐ ആം പ്രൗഡ്ലി സേയിങ് ദാറ്റ് വി ആർ ബ്രില്യന്റ്. താങ്ക് യു. കേരളത്തിൻ്റെ ജില്ലകളിൽ നിന്ന് എത്ര കുട്ടികളുടെ പ്രാതിനിധ്യം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയാൻ തോന്നി. തിരുവനന്തപുരത്ത് നിന്ന് എത്ര പേർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ? 1 2 3 4 5 6 7 8 9 10. Wow, great. കോഴിക്കോട് ജില്ലയിൽ നിന്നും എത്ര പേരുണ്ട് ഇവിടെ? 18 പിള്ളേരുണ്ടല്ലേ? തൃശ്ശൂരുകാര് എത്ര പേരുണ്ട്? 14 പേർ. വാവ്. എടാ ഉവേ, കോട്ടയത്ത് നിന്ന് എത്ര പേരുണ്ടാ? 9 10. ഓ, കോട്ടയം ഒട്ടും മോശമല്ല. കോട്ടയത്തെ പിള്ളേർ ചുമ്മാ തീ. മലപ്പുറത്തുള്ള ഞങ്ങളുടെ പിള്ളേർ എത്ര പേരുണ്ട്? 14 15 16 17 18 19. മലപ്പുറം സ്കോർ ചെയ്തു.
ഓക്കെ, മലപ്പുറത്തെ പിള്ളേർ സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ കണ്ണൂറുകാർ എത്ര പേർ? 11 പേർ. മിസ്സേ, ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അങ്ങ് കന്യാകുമാരി മുതൽ കാസർഗോഡ്, അതെ കാസർഗോഡ് വരെ ബ്രില്യന്റിലെ പിള്ളേരാ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ അല്ല, ലക്ഷദ്വീപിൽ നിന്ന് വരെ പിള്ളേരോട് വന്ന് എത്തിയപ്പോണ്ട് ബ്രില്യന്റിൽ നിന്ന്. അതെ അതെ, ഞങ്ങൾക്ക് എവിടെയും പ്രാതിനിധ്യം ഉണ്ട്. ഞങ്ങളുടെ മക്കൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയാലോ. ഇവരിപ്പോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ എനിക്ക് ബ്രില്യന്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് ബ്രില്യന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതും കൂടെ കേൾക്കണം. എന്താ മോനെ പേര്? ഹെലൻ, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ബ്രില്യൻ്റ് ഓൺലൈൻ ബാച്ചിൽ പഠിച്ചത്. ഓൺലൈൻ ബാച്ചിനോട് കുറേ പേരുണ്ട്. ബ്രില്യൻ്റ് നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റാണ്. ഫസ്റ്റ് ഞാൻ ഓഫ്ലൈൻ ബാച്ചിലായിരുന്നു, പിന്നെ രണ്ടാമത് ഓൺലൈൻ ബാച്ചിലായിരുന്നു. പിന്നെ നമ്മുടെ കോർഡിനേറ്റർ അജയ് സാറ് നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാ ആഴ്ചയും ഇങ്ങനെ ഹോസ്റ്റലിൽ വന്ന് കാണാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലക്ഷദ്വീപ് കൽപ്പനി ദ്വീപിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ റിപ്പീറ്റർ ആയിരുന്നു എ ബ്ലോക്കിൽ. തുടക്കത്തിൽ ഫുൾ നല്ല ഹോം സിക്നെസ് ആയിരുന്നു. അപ്പോഴൊക്കെ മെയിനായിട്ട് എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡനുമായ മീര വിൽസൺ മാം നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും മാർക്ക് കുറയുമ്പോഴും എന്ത് ചെറിയ ഓരോ പഠിക്കാൻ പറ്റുന്നില്ല എന്തുണ്ടായാലും ഞാൻ മാമിനോട് ആദ്യം പോയി പറയും. അപ്പോഴൊക്കെ മാം കുഴപ്പമില്ല, ഇനിയുണ്ടല്ലോ എക്സാം, അപ്പം ശരിയാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു നല്ല മോട്ടിവേറ്റിങ് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു ഭയങ്കര സ്ട്രെസ്സായിരിക്കും, അങ്ങനെയൊന്നും തോന്നിയില്ല. ഭയങ്കര ഈസായിട്ട് തന്നെ ഫ്രണ്ട്സും അങ്ങനെ ഭയങ്കര രസമായിട്ട് കഴിഞ്ഞു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ തൃശ്ശൂർ ബ്രില്യനിലാണ് പഠിച്ചത്. ഡേ സ്കോളറായിരുന്നു. ഇപ്പോൾ ബ്രില്യനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയല്ലേ. പിന്നെ ബ്രില്യനിലത്തെ ഇപ്പോൾ കോർഡിനേറ്റേഴ്സ് ആയാലും ക്ലാസ് ടീച്ചേഴ്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും ഒന്നിലൊന്ന് മികച്ചവരാണ്. നമുക്ക് ഇന്ന ആൾ അടിപൊളിയാണ് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് എല്ലാത്തിനും കൂടി നിൽക്കണ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരാണ് ബ്രില്യൻ്റ് ടീം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. എന്തൊക്കെയോ ലൈഫിൽ നേടിയ പോലൊരു ഫീല്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ പറ്റി പറയുമ്പോൾ നല്ല വൈബുള്ള ഒരു കോളേജാണ്. എല്ലാത്തിനും എന്തിനേതിനും മുമ്പിലായിരിക്കും തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആയാലും ഇപ്പോൾ അക്കാഡമിക് കാര്യങ്ങളായാലും എല്ലാത്തിനും മുമ്പിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ്, ഇവിടുത്തെ പ്രൊഫസേഴ്സ്, ഇവിടുത്തെ സീനിയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും അടിപൊളിയാണ്. പ്രൊഫസേഴ്സൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് ബ്രില്യൻ്റിൽ എങ്ങനെയാണ് ഇവിടുത്തെ അതേ ഒരു ലെവലിൽ തന്നെ എടുത്തു തരുന്ന പ്രൊഫസേഴ്സും നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞെന്ന് എടുത്തു തരുന്ന പ്രൊഫസേഴ്സും ഇവിടെ ഉണ്ട്. ആൻഡ് സീനിയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സീനിയേഴ്സാണ്. നമുക്കൊരു റാഗിങ് ഫ്രീ ക്യാമ്പസ് എന്നൊക്കെ തലയുയർത്തി പറയാൻ പറ്റിയ ഒരു അവസ്ഥയാണ് ഇവിടെ. നമുക്കിപ്പോൾ എക്സാംസൊക്കെ വരുമ്പോൾ അക്കാഡമിക് ഗ്രൂപ്പുകളിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമുക്കിപ്പോൾ തലേദിവസം ജസ്റ്റ് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഷോർട്ട് നോട്ട്സും എല്ലാം നമുക്ക് നമുക്ക് തരും. അങ്ങനെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഓരോ പരിപാടി വരുമ്പോഴും നമ്മളിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും നമ്മൾക്ക് അഥവാ താല്പര്യം നമ്മളെ പിടിച്ച് വലിച്ച് നമുക്കതിൽ താല്പര്യം ഉണ്ടാക്കണ ഒരു അടിപൊളി സീനിയേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇനി വരാൻ പോണ കുട്ടികൾക്കും ഞങ്ങളും അങ്ങനത്തെ അടിപൊളി സീനിയേഴ്സ് ആവാനാണ് ശ്രമിക്കണേ. എൻ്റെ പേര് റിഷാദ്. ഞാൻ കോഴിക്കോട് മുക്കത്തുനിന്ന് വരുന്നു. ബെർലിനിൽ കോഴിക്കോട് ബാച്ചിലായിരുന്നു ജേട്ടൻ. കോളേജിലേക്ക് വരുന്നത് അതായത് എക്സാം കഴിഞ്ഞ അന്ന് മുതൽ പിന്നീടുള്ള കാലങ്ങൾ അതൊരു ഹാലൂസിനേഷൻ പോലെയായിരുന്നു. നടക്കുന്നതെല്ലാം സത്യമാണോ എന്നറിയില്ല. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആകും, ഇവിടെ എത്തും എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ക്യാമ്പസിൽ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരു അടിപൊളി എന്താ പറയുക നിമിഷങ്ങൾ പങ്കിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത്. അക്കാഡമിക്കലി ആണെങ്കിലും നോൺ അക്കാഡമിക്കലി ആണെങ്കിലും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഞങ്ങളുടെ ഹെഡായിട്ട് വരുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ അശോകൻ സാറിനെ ആദ്യമായി കാണുന്നത് ഇവിടുത്തെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഫസ്റ്റ് ഡേ അലുമിനിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഓഡിറ്റോറിയത്തിൻ്റെ പരിപാടിയിലായിരുന്നു. സാറിൻ്റെ ഫസ്റ്റ് ഒരു പ്രസംഗം കൊണ്ട് തന്നെ സാറ്
ബിയോണ്ട് വേർഡ്സ് ഹി ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ എന്ന് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി പറയാം, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ വിഷൻ, മറ്റു കാര്യങ്ങളെല്ലാം വളരെ എന്താ പറയുക, ഞാൻ പ്രതീക്ഷയിൽ അപ്പുറമാണ്. അതുപോലെ തന്നെയാണ് അതേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും ബ്രില്യൻറ്റിലും ഉണ്ട്. നമ്മുടെ ജോർജ് സാർ, എനിക്ക് ജോർജ് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏതൊരു തരത്തിലും എക്സാം കഴിയുമ്പം ഇപ്പോൾ ഒരു 10 ദിവസം ഉള്ളെങ്കിൽ സാറ് പറയും, ഇനിയും 10 ദിവസം ഉണ്ടല്ലോ. നമുക്ക് ആ 10 ദിവസം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും, പക്ഷേ സാർ ഇനിയും 10 ദിവസം ഉണ്ട്, പഠിച്ചാൽ മതി. ഒരു മൂഡിലെടുക്കുമ്പോൾ ആ ഒരു കൂൾ മൈൻഡ് എടുത്ത് തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതേ മൂഡ് സെറ്റാണ് ഇവിടെയും, ഒന്നിനും ഒരു കുറവുമില്ല. അശോകൻ സാറാണെങ്കിലും വൈസ് പ്രിൻസിപ്പൽ സനൽ സാറാണെങ്കിലും എല്ലാ തലത്തിലും ഇവിടെ നിന്ന് വരുന്ന സപ്പോർട്ടെല്ലാം വളരെ വലുതാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിലേക്ക് ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരും റിപ്പീറ്റ് ചെയ്യുന്നവരും എങ്ങനെയാണെങ്കിലും എത്തിച്ചേരുക. ഞങ്ങളെല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കുന്നു. ഞങ്ങളെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന ഓരോ കാര്യം അക്കാഡമിക്കലി, ഇപ്പോൾ ആദിത്യം പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും അക്കാഡമിക്കലി ആണെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയണം, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ ഏതൊക്കെ തലത്തിൽ താഴ്ന്നു പോകുമ്പോൾ പോകണ്ട. ഇതിവിടെ ഒരു സ്ട്രക്ചറുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. ഇപ്പം അക്കാഡമിക് ഗ്രൂപ്പിൽ നമുക്ക് വേണ്ടി ഇപ്പം MCQ സീരീസുകൾ, മുൻപ് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി പാറ്റേൺസുകൾ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഇവിടുത്തെ സീനിയേഴ്സ് വളരെ എഫക്റ്റീവായിട്ട് ഒരു അക്കാഡമിക് ക്ലബ്ബ് റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ അതേ എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് ക്ലബ്ബുകളും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരിക. തൃശ്ശൂർ ഉഷാറാണ്, അടിപൊളിയാണ്, എല്ലാവരും വരിക. താങ്ക് യു. മൊമെൻറ്റും ഉണ്ട്. ഓൾറെഡി നമുക്ക് വിക്ടറി ഡേ നമ്മുടെ അങ്കമാലി അറ്റ്ലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിരുന്നു. ഗവൺമെൻറ് MBBS സെലക്ഷൻ കിട്ടിയ എല്ലാവരെയും ആ വേദിയിൽ അനുമോദിക്കണം എന്നുള്ളതാണ് ബ്രില്യൻ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം. ക്ഷണിച്ചവരിൽ തന്നെ കുറച്ച് പേർക്ക് അതിനോട് ജോയിൻ ചെയ്യാനും സാധിച്ചില്ല. അപ്പം പ്രവേശനം കിട്ടി, ഗവൺമെൻറ് MBBS കിട്ടി. അന്ന് വിക്ടറി ഡേയിൽ മൊമെൻറ്റോ ഏറ്റുവാങ്ങാൻ സാധിക്കാത്തവർക്ക് ഞങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. धिरक धिरक यारो धरती हिला दो धिरक धिरक रे वाटी का बादल बग बग जावे अंबर झुका दो धिरक धिरक रे धड़क भड़क बंदा हो धड़क भड़क बंदा हो बिगड़ बिगड़ जिंदा बंदा हो धड़क भड़क बंदा हो धड़क भड़क बंदा सबर जुगड़ जिंदा हो बंदा हो धड़क भंडारे बंगारे हनुमान गंगारे जिंदा बंदा हो आनरे गोविंदा आले गोविंदा अंगाड़ी पाटिंदे मेलंता आनरे गोविंदा आले गोविंदा അങ്ങാടി പാട്ടിന്റെ മേളന്താ ഇരുമിന്നലിരിക്കും വേഗത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ ഈ മംഗളത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ ഹേ ബോലോ ബോലോ രാജ ബോലം തൊട്ടെന്നാട്ട് നേരോ നേരോ നീയെ ചുള്ളാട്ടം ഹേ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തേരോട്ടാ മഹാ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ
ആലോല തേരോട്ടാമ അലരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ മേളന്ത എരിയട്ടെ തിരികൾ ഉരുകട്ടെ മെഴുക് വളരട്ടെ വയസ്സ് എന്നിൽ തളര് മുടിതട്ടാ മുഖമേ ഇരുകണ്ണിൽ അഴകേ പുരുഷത്വം തികവേ കാലം നീ വാഴ് കടലും കരയും ഇന്നിളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ദിനമല്ലേ കുത്തിരി കത്തിച്ച കൽവിലെ തേനൊലിക്കണ രാവിന്റെ ചുട്ടിലെ മുത്തഴകുത്തൊരു മാല ചുടണ റോള് മരന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചേറും മുഞ്ചുള്ള നാള് ഓളുന്ന പത്തക്ക് താവിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ് രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം തഞ്ചത്തില് താളത്തില് കാനോത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടായിട്ടാടാനയാളുണ്ടോ ഓളിഞ്ഞോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത് प्रीतम प्यार बंदूक में ना तो गोली मर आरे प्रीतम प्यार बंदूक में ना तो गोली मर आरे प्रीतम प्यार सब आग तो मेरी चोली मेरे जरा हुक्का उठा जरा चिल्लम जला पल्लू के नीचे छुपा के रखा है उठा दूं तो हंगामा हो पल्लू के नीचे दबा के रखा है उठा दूं तो हंगामा हो Una vez más, se viene el pasito de la matilla, número 2, DJ Tadeo, DJ Raulito, con fuerza muchachos, siga moviendo la manta, movete matita, movete matita, movete matita, movete matita, movete matita. Brilliant Study Center, India's #1 coaching center for NEET and JEE.